ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ രണ്ടുപേരും മാറി മാറി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ഒന്ന് വിലയിരുത്താം എന്താണ് സംഭവിച്ചിരിക്കുന്നുള്ളത്. ഇന്നലെ ഞാൻ നേരം വെളുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മൊത്തം ഇത് ഒബ്സർവ് ചെയ്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അസോസിയേറ്റഡ് പ്രസ് പോലത്തെ ചാനലുകളൊക്കെ അവിടെ ലൈവ് ക്യാമറ വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ ആ ലൈവൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പറഞ്ഞാൽ ഇറാൻ എടുത്തിരിക്കുന്ന ടാക്ടിക്സ്, അതായത് ഞാൻ ഇന്നലത്തെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു F-35 ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൻ്റെ ഡിഫൻസ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാതെ അവിടെ ടെക്നിക്കൽ എററാണ് അല്ലെങ്കിൽ ഇത് മാൽ ഫങ്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സ്ഥലത്തും മിഷനറീസാണ്. അപ്പം ഇത് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബങ്കേഴ്സ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് കാഷ്വാലിറ്റീസ് കുറയ്ക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇസ്രായേലിന് അറിയാം ഇസ്രായേലിൻ്റെ ഉള്ളിൽ മിസൈൽ വരും എന്നുള്ളത്. കാര്യം ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇറാൻ്റെ മിസൈൽ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് എയർ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇസ്രായേലിലുണ്ട്. ഇത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അമേരിക്കയുടെ റോൾ എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് പിന്നീട് വരാം. കാരണം ഇസ്രായേൽ അമേരിക്ക സൺഡേ നടത്താനിരുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച എങ്ങാനും നടന്ന് ഇറാൻ എങ്ങാനും പോസിറ്റീവായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ രഹസ്യമായിട്ട് ഈ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് മുന്നോട്ട് പോവുകയും അതേസമയം അവർ കുറച്ച് ബഫർ ടൈം എടുത്തുകൊണ്ട് ഈ ഒരു ഡീൽ സൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇസ്രായേൽ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റൈറ്റ് ടൈം എടുത്തുകൊണ്ട് അറ്റാക്ക് നടത്തിയത്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കേ. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഡിമാൻഡ് ചെയ്യുന്നത്. കാരണം ഇസ്രായേൽ 2-3 ദിവസമായിട്ട് ഈ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ച ടൈം മുതലേ ഇസ്രായേൽ ചോദിക്കുന്നുണ്ട് അമേരിക്ക ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകണം എന്നുള്ളത്. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകണം. ഇസ്രായേലിൻ്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇപ്പം നമ്മൾ 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ ഇന്ന് മെയിൻ സ്ട്രീം മീഡിയാസ് എടുത്തിട്ട് ചർച്ച നടത്തുന്നത്, അമേരിക്ക വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ വരും. എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് വരും. ഓൾറെഡി അമേരിക്ക രംഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മെഡിറ്ററേനിയൻ സീയിലൊക്കെ നിന്ന് എയർ ഡിഫൻസ് സിസ്റ്റം ഇവർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഒരുപാട് മിസൈലുകൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ എത്തുന്നതിന് മുമ്പേ തച്ച് തകർക്കാൻ അമേരിക്ക സഹായിക്കുന്നുണ്ട്. ഒപ്പം UK കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ അമേരിക്കയുടെ സപ്പോർട്ട് ഓൾറെഡി ഉണ്ട്. അമേരിക്ക നല്ല രീതിയിലുള്ള ആയുധങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. മിസൈൽ ആയിക്കോട്ടെ, ബങ്കർ ബസ്റ്റർ ബോംബിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇമ്മ്യൂണിഷൻസ് എല്ലാം തന്നെ അമേരിക്ക ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇസ്രായേൽ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് കളത്തിലിറങ്ങി ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതൊരു പരിധി വരെ അമേരിക്ക ന്യൂട്രലായിട്ട് ചെയ്യാനാണ് സാധ്യത. ഇത് പല മാധ്യമങ്ങളും പറയുന്ന പോലെ അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ റഷ്യ വരും, ചൈന വരും. റഷ്യയും ചൈനയും ഒന്നും അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വന്ന് നിൽക്കില്ല. കാരണം നിൽക്കില്ല എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇൻഡയറക്റ്റായിട്ട് അവർ ആയുധങ്ങളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതേസമയം അമേരിക്കക്കെതിരെ ഡയറക്റ്റായിട്ട് ഒരു കൺഫ്രണ്ടേഷനിൽ വരില്ല. കാരണം അമേരിക്ക ഇതിനു മുമ്പ് ഇറാഖിലുണ്ടായിരുന്നു, ലിബിയയിലുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചൈനയും റഷ്യയൊക്കെ പോയി അമേരിക്കക്കെതിരെ കൺഫ്രണ്ടേഷൻ നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഇറാൻ നടത്തിയ ആക്രമണം എന്ന് വെച്ചാൽ അവർ 1000 ഡ്രോൺ വിട്ടായിരുന്നു ഇന്നലെ രാത്രി. ഈ വിടുന്ന 1000 ഡ്രോണിലും മിസൈൽസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള മിഷൻ തന്നെയാണ്. ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ബീം പോലത്തെ സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഫ്രഷ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എക്സ്പെരിമെൻ്റിൽ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അയൺ ബീം ഉപയോഗിച്ചൊക്കെ ഡ്രോണിനെ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. 1000 ഡ്രോണുകളും 200+ മിസൈലുകളുമാണ്. ഈ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയിൽപ്പെട്ട മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യമാദ് കാറ്റഗറിയിൽപ്പെട്ട മിസൈൽ, ഗാദർ കാറ്റഗറിയിൽപ്പെട്ട മിസൈൽ, കൈബാർ ഷെക്കാൻ എന്ന് പറഞ്ഞ മിസൈൽ. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട മിസൈലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ ഹെവി ബാലിസ്റ്റിക് മിസൈലുകളാണ്. അപ്പോൾ ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അവർക്ക് ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം പെനെട്രേറ്റ് ചെയ്ത് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് 4 മിസൈലുകൾ പതിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അപ്പോൾ വീണ്ടും മിസൈലുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കൂടുതൽ മിസൈലുകൾ പതിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം മൊത്തത്തിൽ വീക്കാണെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം.
അപ്പോൾ ഇസ്രായേലിൽ ഹെവി ആയിട്ട് ഒരു ആക്രമണം നടത്തി ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ എന്നാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം ഇസ്രായേൽ തിരിച്ചടിക്കുന്നെങ്കിൽ അതിശക്തമായിട്ട് അടിക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. മിസൈൽ മഴ ഇസ്രായേലിന്റെ മേളിൽ വർഷിച്ച സമയത്ത് ശരിക്കും ആ വന്ന മിസൈലുകൾ കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല, നേരം വെളുക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇസ്രായേലിന്റെ അത്രയും എഫിഷ്യൻസി ആയിട്ടുള്ള ആ ഒരു എയർ ഡിഫൻസ് പവർ തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്ര ആയിരക്കണക്കിന് ഡ്രോണുകളും വിത്ത് മിസൈൽസോട് കൂടിയാണ്, പ്ലസ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ 200+. ഇതൊക്കെ വെച്ച് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇസ്രായേലിൽ ഉണ്ടായ കാഷ്വാലിറ്റീസ്, പക്ഷേ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറയുന്ന പോലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ അങ്ങനെ അത്ര വലിയ ടെൻഷനൊന്നുമില്ല, അത് വേറെ കാര്യം. യെസ്, അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കാരണം തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിസൈലുകൾ വരുമ്പോഴത്തേക്കും സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന എല്ലാ വെപ്രാളങ്ങളും ഉണ്ടാവും. പിന്നെ അവർ ഷെൽട്ടറിനുള്ളിൽ എത്രയും വേഗം അവർ പോകാൻ ശ്രമിക്കും. അങ്ങനെ സുരക്ഷിതമായ താവളങ്ങളിൽ അവർ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതൊക്കെ അത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങൾ ഇതിനകത്ത് സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ബാത്യാം ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ഇത് റെസിഡൻഷ്യൽ ടവറാണ്. ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഇറാന്റെ മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പതിച്ചതിൽ ഏതാണ്ട് 10 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഗുരുതരമായ പരിക്കേറ്റ ആൾക്കാരുണ്ട്, മോഡറേറ്റ് ആയിട്ട് പരിക്കേറ്റ ആൾക്കാരുണ്ട്. ഈ ഗുരുതരമായ പരിക്കേറ്റ ആൾക്കാരുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 എന്ന് പറഞ്ഞ ഡെത്ത് ടോള് ഡേ ടൈമിലായിട്ട് 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കൂടാനുള്ള സാധ്യത. അതായത് ഈ 10 എന്നുള്ളത് 11-12 ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ബത്യാം ബിൽഡിങ്ങിൽ. ഈ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന 7 പേർ മിസ്സിംഗ് ആണ്. ഇത് നമ്പർ 1. ഈ ബത്യാം ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ സൈഡ് ഓഫ് തമാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ തമാറ എന്ന് പറയുന്നത് ശരിക്കും ഹൈഫ ഏരിയയിലാണ്. ഈ ഹൈഫ ഏരിയയിൽ ഏറ്റവും കൂടുതൽ അറബ് കമ്മ്യൂണിറ്റീസ് അവിടെ താമസിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഡ്രൂസ് കമ്മ്യൂണിറ്റീസ് താമസിക്കുന്നുണ്ട്, കുറച്ച് അഹമ്മദിയ മുസ്ലിംസ് അവിടെ താമസിക്കുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഈ പൊതുവെ അറബ് കമ്മ്യൂണിറ്റികളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു റിക്വസ്റ്റ് വരുന്നത്, അതായത് ഈ ഒരു ബങ്കറുകളുടെ എണ്ണം കുറവാണ്. ഈ ഗവൺമെന്റ് ഈ ബങ്കറുകൾ അവിടെ കുറവായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി മറ്റുള്ള ഇതര കമ്മ്യൂണിറ്റികളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ബങ്കേഴ്സ് ഉള്ളത്. ഈ അറബ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലത്ത് ബങ്കറുകളുടെ എണ്ണം കുറവാണെന്നാണ് അവരുടെ ആരോപണം. അത് പണ്ട് തൊട്ടേ നെസറ്റിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം കൂടിയാണ്. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഹൈഫയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹൈഫ ആക്രമണം എഴുതിയിട്ടത്. അതുപോലെ ഈ ഹൈഫ ഏരിയയിൽ നടന്ന ഒരു ആക്രമണത്തിൽ ഇവർ ശരിക്കും ഈ ഹൈഫയിൽ അവിടെ ഒരു ഓയിൽ റിഫൈനറി ടെർമിനൽ ഉണ്ട്. ഫൈറ്റർ ജെറ്റുകൾക്കും കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾക്കൊക്കെ എയർക്രാഫ്റ്റ് ഫ്യൂവൽ റിഫൈൻ ചെയ്യുന്ന ഒരു റിഫൈനറി ഉണ്ട് അവിടെ, റിഫൈനറി ടെർമിനൽ. ആ ടെർമിനലിനെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇറാൻ വിട്ട മിസൈൽ ഒരു ബിൽഡിങ്ങിൽ പതിച്ചിട്ടുണ്ട്. 4 അറബ് സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 10 പേർക്ക് ഗുരുതരമായ പരിക്ക്. അവിടെയും മരണനിരക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അവിടെ അതിന് കാരണമായിട്ട് അവിടുത്തെ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ പറയുന്നത് ലാക്ക് ഓഫ് ബോംബ് ഷെൽട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോംബ് ഷെൽട്ടേഴ്സ് അവിടെ പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോംബ് ഷെൽട്ടേഴ്സ് അടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാഷ്വാലിറ്റി സംഭവിച്ചതെന്നാണ് അവിടെ വിലയിരുത്തൽ. ഇനി ഇസ്രായേലിൽ നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്കൊരു ലോസ് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സിറ്റിസൺസിൻ്റെ ലൈഫ് ഒരു നഷ്ടം തന്നെയാണ്. അതിലുപരിയായിട്ട് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇത് ഇസ്രായേലിൽ റെഹോവാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് PhD ഒക്കെ എടുക്കുന്ന ആൾക്കാർ റിസർച്ച് ചെയ്യുന്ന ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ലബോറട്ടറീസ് ഉണ്ട്. സ്റ്റുഡൻസുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു റിസർച്ച് സെൻ്ററാണ് ഈ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു ബിൽഡിംഗ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ട്രാപ്പ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇത് ഒരു സിംഗിൾ ബിൽഡിങ്ങിൽ അതിൻ്റെ ഉള്ളിൽ ലബോറട്ടറി ബിൽഡിംഗ് ആണ്. ആ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന ആ ബിൽഡിംഗ് ആണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മിസൈൽ പതിച്ചത് മൂലം ഉണ്ടായ ആ ഒരു ഫയർ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് പീപ്പിൾ മേ ട്രാപ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേ ബി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഡെത്ത് ടോൾ കുറച്ചുകൂടെ ഉയരാനുള്ള സാധ്യതയുണ്ട്. രാത്രി ടൈം ഇങ്ങനത്തെ റിസർച്ച് സെൻ്ററുകളിലൊക്കെ ഒരുപാട് മാസീവായിട്ടുള്ള ക്രൗഡൊന്നും താമസിക്കത്തില്ല. ഫ്യൂ നമ്പർ ഓഫ് പീപ്പിൾ ഒരു പക്ഷേ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ട്രാപ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. ഒരു സംശയത്തോടു കൂടിയാണ് പറയുന്നത്, കൺഫേം അല്ല, ഇതൊരു ഉറപ്പായിട്ടില്ല. ഇതാണ് മേജറായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടന്ന ആക്രമണങ്ങൾ. ഇനിയിപ്പം കൂടുതൽ വിവരങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയേണ്ടത്, ഞാനിവിടെ 2-3 വീഡിയോസ് കാണിക്കാം. ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് പാലസ്തീനികളുടെ സന്തോഷം. അത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ മിസൈൽ മഴ ഇങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് അയൺ ഡോമിൽ നിന്നും അതേപോലെ മൾട്ടിപ്പിൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നൊക്കെ ഈ ഇന്റർസെപ്റ്റേഴ്സ് പോയി ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആകാശത്തൊരു തീമഴ കാണാൻ കഴിയും. ആ മിസൈലും ഈ ഒരു ഇന്റർസെപ്റ്ററുമായിട്ട് അവിടെ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫയർബോൾ, ആ ഫയർബോൾ കാണുന്നത് എല്ലാ മിസൈൽസും ഈ ടി വിയിലൊക്കെ കാണിക്കുന്ന വീഡിയോസ്, ഈ തീഗോളമായിട്ട് ആകാശത്ത് കാണാൻ കഴിയുന്ന ആ മിസൈലുകളെല്ലാം തന്നെ ഇന്റർസെപ്റ്റഡ് ആണ്. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യും. അപ്പോൾ അത്രമാത്രം മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിലുപരിയായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ താഴെ വന്ന് പതിച്ച് താഴെ പൊട്ടി തീഗോളം വരുന്നില്ലേ, അതാണ് ആക്ച്വലി പതിക്കുന്ന മിസൈൽസ്. രീതിയിൽ പതിച്ചതിൽ ഒരു ഓയിൽ റിഫൈനറിയിൽ ഹൈഫയിൽ നടത്തിയ ആക്രമണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാൻ നടത്തിയതായിട്ട് അവകാശപ്പെട്ട് ഇറാന്റെ മാധ്യമങ്ങളെല്ലാം തന്നെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ആ ഹൈഫൈൽ ഓയിൽ റിഫൈനറി ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ ഇന്നലെ ടാർഗറ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഒരു 4 സ്പോട്ടുകൾ. അതായത് ടെലവീവിൽ 2 സ്പോട്ട്, അതുപോലെ തന്നെ ബെൻഗുരിയൻ എയർപോർട്ട്, അതേപോലെ ഇസ്രായേലിന്റെ ഒരു എയർബേസ്, മിലിറ്ററി എയർബേസ്. ഇതാണ് ഇന്നലത്തെ ഇറാന്റെ ആക്രമണത്തിൽ ഇറാന് കിട്ടിയ നേട്ടങ്ങളായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ ഹൈഫ, അതേപോലെ ഈ ഒരു സയൻസ് റിസർച്ച് സെന്റർ, അതിലുപരിയായിട്ട് റെസിഡൻഷ്യൽ ടവേഴ്സ്, ഇതെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിച്ച് ലിസ്റ്റ് ചെയ്ത് ഇറാന്റെ മാധ്യമങ്ങളിൽ നല്ല ആഘോഷം നടക്കുന്നുണ്ട്. അഷ്കലോൺ ഗ്യാസ് ടെർമിനൽ അതും പറയുന്നുണ്ട്. അഷ്കലോൺ ഗ്യാസ് ടെർമിനൽ, ഒറോട്ട് റാബിൻ പവർ സ്റ്റേഷൻ, ഈ പവർ സ്റ്റേഷനും കൂടി അവർ എയിം ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ എനർജി സെക്ടറാണ് ഇറാന്റെ ഉള്ളിൽ അടിച്ച് തൂത്തുപറക്കി കളഞ്ഞത്. ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 എനർജി സ്റ്റേഷൻസ്, അതായത് 3 എണ്ണപ്പാടങ്ങൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നുണ്ട്. കത്തുന്ന എണ്ണപ്പാടങ്ങൾ, ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ കൃത്യമായിട്ട് എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടതിലാണ് കലിപൂണ്ട് ഇറാൻ ഈ ഇസ്രായേലിന്റെ എനർജി സെക്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് വെച്ചത്. ഇസ്രായേൽ നടത്തുന്ന ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണെങ്കിൽ ഇറാൻ അവരുടെ ആക്രമണത്തിന് പേരിട്ടിരിക്കുന്നത് ട്രൂ പ്രോമിസ് എന്നാണ്. ട്രൂ പ്രോമിസ് 1, 2, 3 എന്ന് പേരിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സൈഡിൽ ജോർദാനിൽ നിന്നുള്ള ആ ഒരു ആഘോഷമാണ് കാണുന്നത്. കാരണം ഇസ്രായേലിന്റെ പല ഭാഗങ്ങളും ജോർദാനിൽ നിന്ന് കാണാൻ കഴിയും, വിസിബിൾ ആണ്. അപ്പോൾ ജോർദാനിൽ ഒരു ലേഡി മോക്ക് ചെയ്യുന്നതാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ മിസൈൽ വർഷം നടക്കുന്ന സമയത്ത് ഇവരിവിടെ വലിയ വാർപ്പൊക്കെ എടുത്ത് തലയിൽ ഇങ്ങനെ കമഴ്ത്തിക്കൊണ്ട് കളിയാക്കുന്ന ഒരു ഇമേജ്, മോക്കിംഗ് വീഡിയോ എടുത്തിട്ടതാണ്. കാരണം ഈ ജോർദാനിലുള്ളത് 3/4 ആൾക്കാരും പാലസ്തീനികളാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം, അവർക്ക് മനസ്സിനൊരു കുളിർമ. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ കാണിക്കുന്ന ഒരു ആഘോഷ പ്രകടനം. അതിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെബനാനിൽ വീഗിളൊക്കെ വായിച്ചുകൊണ്ട് ഒരാഘോഷം. അതായത് അവിടെ മിസൈൽ വർഷം നടക്കുമ്പോഴത്തേക്കും മ്യൂസിക് വായിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ആരാധകരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്നും അവരുടെ ഒരു ആഘോഷം. അതായത് ഇവരൊക്കെ ഇത്രയും നാളും സപ്രസ്ഡ് ആയിരുന്നു, മനസ്സിലായോ? ഈ സപ്രസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ ഇരുന്ന ആൾക്കാരുടെ മാനസിക അവസ്ഥ, അവരുടെ മനസ്സിലെ ആ ഒരു ഹാപ്പിനെസ് എല്ലാം പുറത്തു വരികയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ പാലസ്തീൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും പാലസ്തീൻ കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള ആഘോഷമായിരുന്നു, ആർപ്പ് വിളിയായിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ ഒരു മിസൈൽ വന്ന് വീഴുന്ന പതിക്കുന്ന ആ ഒരു ടൈമിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചൊതുക്കി നിർത്തി വച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിയൽ മീനിങ് അല്ലെങ്കിൽ ഒരു റിയൽ എക്സാമ്പിളാണ് ഈ മിസൈൽ വീഴുമ്പം ഇങ്ങനെ കാണാൻ കഴിയുന്നത്. മിഡ് നൈറ്റിൽ മിസൈൽ വന്ന് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇസ്രായേലി പൗരൻ ബീച്ചിൽ പോയിട്ട് നടന്നു വരുന്ന രംഗമാണ്. ആൾക്ക് എന്തെന്ന് അറിയത്തേ ഇല്ല, ആൾക്ക് എന്ത് നടക്കുന്നു, ഈ വ്യക്തിക്ക് അവിടെ എന്ത് നടക്കുന്നു, മിസൈൽ വരുന്നോ ഇല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കുന്നോ എന്നുള്ള ഒരു ചിന്തയില്ല. ജസ്റ്റ് വളരെ കൂളായിട്ട് ഇങ്ങനെ ബീച്ചിൽ പോയിട്ട് വളരെ ഫ്രീ ആയിട്ട് നടന്നു വരികയാണ് റോട്ടിൽ കൂടെ. അപ്പോൾ ഇത് സംഭവിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോട്ട് ഞാൻ എൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയും ആൾക്കാരുണ്ട്, മറ്റുള്ളതിനെ ഒന്നും കുറിച്ച് ചിന്തിക്കാണ്ട്. അതായത് നിങ്ങൾ ഇവിടെ മിസൈൽ വരുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ബങ്കറിലേക്ക് പോകുന്ന ആൾക്കാർ പറയുമ്പോഴത്തേക്കും ഇസ്ന്റ് ഇറ്റ്, അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് വളരെ കൂളായിട്ട് നടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് കൂൾ മാൻ. ഇതും വളരെ വൈറലായിട്ട് ഇന്ന് രാവിലെ തൊട്ട് വളരെ പോപ്പുലറായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ IAEA പറഞ്ഞിരിക്കുന്നത് ഇസ്ഫഹാൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു എൻറിച്ച്മെൻറ്റ് സെൻ്ററാണ്. അവിടെ നടത്തിയ അറ്റാക്ക് അത്ര എഫക്റ്റീവ് ആയില്ല എന്നാണ് IAEA പറഞ്ഞു വെക്കുന്നത്. ഇന്നിപ്പോൾ ഇസ്രായേൽ തീർച്ചയായിട്ടും അങ്ങോട്ട് മടങ്ങും. ഇസ്ഫഹാനിൽ പോയിട്ട് ഇന്ന് ഇസ്ഫഹാനിൽ ഒരു പൊട്ടുപൊടി പോലും വിടാതെ ഇസ്രായേൽ പോയി അറ്റാക്ക് ചെയ്ത് തൂത്തുപറക്കി കളയും. അതിനു വേണ്ടിയിട്ടാണ് IAEA ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ ഏതാണ്ട് 40 സ്പോട്ടുകളിൽ ആക്രമണം നടത്തി. അതിനകത്ത് ഓയിൽ റിഫൈനറികളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ ഓയിൽ റിഫൈനറികൾ തന്നെയാണ് അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ എടുത്തിട്ട് അത് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ലൊക്കേഷൻ സഹിതം വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിന് മുമ്പ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന രാവിലെ ഒരു 5 മണിക്കൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടാൽ മതി, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇറാൻ എന്താണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടത്തിയ ആക്രമണം, കാരണം ഇന്നലെ നമുക്ക് ആ ഒരു ഏർലി മോർണിംഗിൽ അത്രയും ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ കുറേ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഈവനിങ്ങിൽ കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അതിലും വളരെ രസകരമായിട്ടുള്ള, മറ്റാരും കവർ ചെയ്യാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളും സബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.